Welcome all of you. So today's our topic is marginal costing. Very special topic, and it is very relevant in business organization for decision making purpose, and as well as it is very relevant in our university exam also. Okay, so let me start. What is marginal costing? In this topic we study what is marginal costing and what is the relevance of this technique in business organization. Okay, let me start. We know the object of every organization is to maximize profit. So in order to increase their profit, they can do two things. Either they can increase the selling price, otherwise they can decrease the cost of production. Then ഒരു ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ മാനേജർ എന്ന നിലയ്ക്ക് നിങ്ങൾ ഏത് മെത്തേഡ് ചൂസ് ചെയ്യുന്നു? വിച്ച് മെത്തേഡ് യു വിൽ ചൂസ്? നമുക്കറിയാം, ഇൻക്രീസ് സെല്ലിംഗ് പ്രൈസ്. ദിസ് ഈസ് എ സിമ്പിൾ മെത്തേഡ്, എനി വൺ ക്യാൻ ഡു. ഇതുവരെ 10 രൂപയ്ക്ക് വിറ്റിയുന്ന ഒരു സാധനം നമുക്ക് ഒറ്റയടിക്ക് 15 രൂപയ്ക്കാണ് വിറ്റിയുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 5 രൂപ പ്രോഫിറ്റ് കിട്ടും ഒറ്റയടിക്ക്. ദെൻ 10 രൂപയ്ക്ക് ഉണ്ടാക്കിയ ഒരു സാധനം നമുക്ക് ഒരു 7-8 രൂപയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കാം. അപ്പോഴും നമുക്കെന്താണ്? 3 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കാം. Then which method is better? Of course, logically നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ to reduce cost of production, this is the best method. Because നിങ്ങൾ സെല്ലിംഗ് പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമ്പനീൻ്റെ, നിങ്ങളുടെ ആ പ്രോഡക്റ്റിൻ്റെ സെല്ലിംഗ് പ്രൈസ് മാത്രം കൂടിക്കും. നമ്മളെ അയൽവാസികളുടെ അല്ലെങ്കിൽ അയൽവക്കക്കാരെ കമ്പനിയൊക്കെ എന്താണ്, അവരുടെ അപ്പോഴും ആ ഒരു പ്രൊഡക്റ്റിൻ്റെ വാല്യൂ അത്ര തന്നെ ഉണ്ടാകും. സോ നമ്മുടെ സെല്ലിംഗ് പ്രൈസ് കൂടിയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് സെയിൽസ് കുറയും. ഓക്കെ, സോ അത് എന്തല്ല, ഒരു ലോജിക്കൽ മെത്തേഡല്ല. സോ നമുക്ക് എന്ത് ചെയ്യാം? റെഡ്യൂസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പരമാവധി കുറയ്ക്കാൻ പറ്റും. സോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കുക എന്ന് പറയുന്നത് ദിസ് ഇസ് എ ഡിഫിക്കൽട്ട് ടാസ്ക്. വി ഹാവ് ടു നോ എവറിത്തിങ് അബൌട്ട് ദി കോസ്റ്റ് എലമെൻറ്റ്സ്. അപ്പോൾ അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ കാര്യമല്ല. നമ്മൾ കോസ്റ്റിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള പഠനങ്ങൾ നടത്തിയിട്ട് വേണം നമ്മളെന്താണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എങ്ങനെ കുറയ്ക്കാൻ പറ്റുള്ളൂ ഒക്കെ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. സോ ദിസ് ഈസ് ഈ ലോജിക് മെത്തേഡ് ആൻഡ് ദിസ് ഈസ് ഈ ഫെയർ മെത്തേഡ്. ഏറ്റവും നല്ല മെത്തേഡാണിത്, അല്ലേ? ബട്ട് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു കൺട്രോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, സോ കോസ്റ്റ്, അപ്പോൾ ഈ ഒരു പർപ്പസിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ കോസ്റ്റിംഗ് എന്ന് പറയുന്ന നമ്മളൊരു ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ്ങിന് വരുന്നുണ്ട്. കോസ്റ്റിംഗ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ് എന്നൊക്കെ പറയുന്നില്ലേ. ഇതിൽ കോസ്റ്റ് അക്കൗണ്ടിങ് ഒക്കെ ഡിറൈവ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു പർപ്പസ് തന്നെ ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഒക്കെ എങ്ങനെ നമുക്ക് ഹൗ ടു റെഡ്യൂസ് അവർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ദാറ്റ് ഈസ് ഈ പർപ്പസ്. ഓക്കെ, കോസ്റ്റ് അക്കൗണ്ടിങ് ഒക്കെ ഇൻവെൻറ്റ് ചെയ്തതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പർപ്പസ് അതാണ്. കോസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് നോക്കാം. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് അതുപോലെ തന്നെ വേരിയബിൾ കോസ്റ്റും പെടുന്നതാണ്. ഫിക്സഡ് കോസ്റ്റ് പ്ലസ് വേരിയബിൾ കോസ്റ്റ്, ഇതാണ് ടോട്ടൽ കോസ്റ്റ്. ഒരു പ്രൊഡക്റ്റിൻ്റെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്, അല്ലേ? ഫിക്സഡ് കോസ്റ്റിൻ്റെ പ്രത്യേകത എന്താ? വാട്ട് ഈസ് ദി ഫീച്ചേഴ്സ്? ഫിക്സഡ് കോസ്റ്റ് ഓൾവേസ് റിമെയിൻ ഫിക്സഡ്, അല്ലേ? ഡു നോട്ട് വാരി അക്കോർഡിംഗ് ടു ദി ചേഞ്ചസ് ഓഫ് പ്രൊഡക്ഷൻ. ദാറ്റ് ഈസ് ഫിക്സഡ് കോസ്റ്റ്. നിങ്ങളുടെ പ്രൊഡക്ഷൻ എത്ര തന്നെ കൂടിയാലും കുറഞ്ഞാലും അത് എന്തിനെ ബാധിക്കില്ല? ഫിക്സഡ് കോസ്റ്റിനെ ബാധിക്കില്ല. ഓക്കെ, സോ നമുക്ക് എന്താണ് ഒരു എക്സാമ്പിൾ? റെൻ്റ് ഓഫ് ബിൽഡിംഗ്. നിങ്ങളൊരു ബിൽഡിങ് വാടകയ്ക്ക് എടുത്തിട്ട് അതിൽ പ്രൊഡക്ഷൻ നടത്തുകയാണ്. നിങ്ങളൊരു മാസം പ്രൊഡക്ഷൻ കൂടി, അടുത്ത മാസം നിങ്ങളുടെ പ്രൊഡക്ഷൻ കുറഞ്ഞു, പക്ഷേ റെൻറ്റിന് മാറ്റം ഉണ്ടാവില്ല. സോ ഫിക്സഡ് കോസ്റ്റ് ഓൾവേസ് റിമൈൻ ഫിക്സഡ്. ബട്ട് വൺ തിങ് എപ്പോഴും ശ്രദ്ധിക്കണം, ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഉണ്ടല്ലോ, ഇറ്റ് വിൽ ചേഞ്ച്. ഓക്കെ, ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് വിൽ ചേഞ്ച്. ദെൻ വേരിയബിൾ കോസ്റ്റ്, simply variable, as the name indicate, variable cost always vary according to the changes of production. Okay, നമുക്ക് റോ മെറ്റീരിയൽ കോസ്റ്റ് ഒക്കെ, മെറ്റീരിയൽ കോസ്റ്റ്
മെറ്റീരിയൽ. നിങ്ങളെന്താണ് കൂടുതൽ പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ അവിടെ കൂടുതൽ മെറ്റീരിയൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻപുട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, മെറ്റീരിയൽ കോസ്റ്റ് കൂടും. മെറ്റീരിയൽ എന്ന് പറയുന്നത് റോ മെറ്റീരിയൽ, അത് വേരിയബിൾ ആണ്. ഓക്കെ, സോ ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദി പ്രൊഡക്ഷൻ വി ഹാവ് ടു ഇൻപുട്ട് മോർ മെറ്റീരിയൽസ് ടു ദം. സോ മെറ്റീരിയൽ കോസ്റ്റ് ഇൻക്രീസ്. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്ന സാധനം എന്താണ്, പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് കൂടും, പ്രൊഡക്ഷൻ കുറയുന്നതിനനുസരിച്ച് എന്താണ് കുറയും ചെയ്യും. സോ ചേഞ്ചിങ് ഉണ്ടായിരിക്കും. പക്ഷെ എവിടെയും ശ്രദ്ധിക്കണം, അപ്പോഴും ഒരു യൂണിറ്റ് മെറ്റീരിയലിൻ്റെ വില എപ്പോഴും ഒരേപോലെ തന്നെ ആയിരിക്കും. സോ മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് റിമെയിൻ ഫിക്സഡ്, അത് ഫിക്സഡ് ആയിരിക്കും. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു സദ്യ ഉണ്ടാക്കുകയാണെന്നിരിക്കുക, ഒരു 100 ആൾക്കാർക്ക് നിങ്ങൾ സദ്യ ഉണ്ടാക്കി. അപ്പോൾ നിങ്ങൾ എത്ര അരി ഇടേണ്ടി വരും ഒന്ന് ആലോചിച്ച് നോക്കുക. അതൊരു 1000 ആളുകൾക്ക് ഇടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, എത്ര മടങ്ങ് ഉണ്ട്, അതിൻ്റെ ഒരു 10 മടങ്ങ് ഇടേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്, അത്രയും പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് എന്താണ് അത്രയും കോസ്റ്റ് കൂടാണ്. അപ്പോഴും ഒരു കിലോ അരിൻ്റെ വിലയ്ക്ക് മാറ്റം വരുന്നില്ല. അതാണ് ഇവിടെ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് കേട്ടോ, മെറ്റീരിയൽ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന്. സോ ഇതാണ് രണ്ട് കോസ്റ്റിൻ്റെ ഫീച്ചർ. ഇതൊരു ബേസിക്കാണ്, ഇത് നമ്മളെപ്പോഴും ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഫിക്സഡ് കോസ്റ്റ് ഓൾവേസ് റിമെയിൻ ഫിക്സഡ്, ബട്ട് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് വിൽ vary. At the same time, variable cost always vary according to the production, and variable cost per unit remain fixed. Okay, ഇനി നമ്മളെ സ്റ്റഡി വാട്ട് ഈസ് മാർജിനൽ കോസ്റ്റിംഗ് എന്നാണ്. എന്താണ് മാർജിനൽ കോസ്റ്റിംഗ്, അപ്പോൾ ഇതുമായിട്ടുള്ള ബന്ധം എന്താണെന്നാണ്. ഓക്കെ, അതിലേക്ക് നമുക്ക് വരാം. ഒരു ചെറിയൊരു എക്സാമ്പിൾ നമുക്കിടാം. ഓക്കെ, നോക്കുക, 100 യൂണിറ്റ്സ് നിങ്ങൾ എന്താണ് പ്രൊഡക്ഷൻ. അപ്പോൾ അതിന് നിങ്ങൾക്ക് ചിലവായത് 100 രൂപ. ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്, സപ്പോസ് 60 ആയിരുന്നു, വേരിയബിൾ കോസ്റ്റ് എത്രയാണ് 40. നിങ്ങൾ 101 യൂണിറ്റ് പ്രൊഡക്ഷൻ നടത്തി, ഒരു യൂണിറ്റ് കൂട്ടി. അപ്പോൾ നിങ്ങളെ കോസ്റ്റ് എന്തായി, 110 ആയി. അപ്പോഴും ശ്രദ്ധിക്കുക, ഇവിടെ ഫിക്സഡ് കോസ്റ്റിന് യാതൊരു മാറ്റം ഉണ്ടല്ല, കാരണം അത് ഫിക്സഡ് ആണ്. പ്രൊഡക്ഷൻ കൂടുന്നതനുസരിച്ച് കൂടുകയോ കുറയുകയില്ല. ഓക്കെ, വേരിയബിൾ കോസ്റ്റ് എത്ര ആയിട്ടുണ്ടാവും, അപ്പോൾ 50 ആയിട്ടുണ്ടാവും. സോ ഇവിടെ നോക്കി, ഇവിടെ 40 നിന്നും ഇവിടെ മാറ്റല്ല, നോ ചേഞ്ച്, ഈക്വലാണ്. പക്ഷേ ഇവിടെ 40 നിന്നും 50 വന്നു, എത്ര കൂടി, ഒരു 10 റുപ്പീസ് കൂടി. സോ നിങ്ങൾ അഡീഷണൽ ആയിട്ട് ഒരു യൂണിറ്റ് ഇവിടെ ഉൽപ്പാദിപ്പിച്ചു, അഡീഷണൽ ആയിട്ട്. ഈ അഡീഷണൽ 1 യൂണിറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എത്ര ചിലവായി, അഡീഷണൽ ആയിട്ടുള്ള കോസ്റ്റ് എത്രയാണ്, 10 രൂപ ചിലവായി. സോ ഈ 10 റുപ്പീസിനെയാണ് നമ്മൾ മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് മാർജിനൽ കോസ്റ്റ്, മാർജിനൽ കോസ്റ്റിംഗിലേക്ക് നമ്മൾ വരും. മാർജിനൽ കോസ്റ്റ്, ഇറ്റ് ഈസ് ആൻ അഡീഷണൽ കോസ്റ്റ് ഇൻക്ലൂഡ് for producing an additional 1 unit. Okay, so that is marginal cost. അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഒരു ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ച് തീരുമാനം എടുക്കുമ്പോൾ ഫിക്സഡ് കോസ്റ്റിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. ദർ ഇസ് നോ റെലവൻസ് ഫോർ ഫിക്സഡ് കോസ്റ്റ്, ബിക്കോസ് അത് അൺകൺട്രോളബിളാണ്, അത് എന്തായാലും സംഭവിക്കും. അപ്പം പിന്നെ എന്താണ്, അതിൻ്റെ പുറത്ത് നമ്മൾ കൂടിയിട്ട് യാതൊരു കാര്യമില്ല. അതെന്തായാലും നമ്മൾ പ്രൊഡക്ഷൻ കൂടിയാലും കുറഞ്ഞാലൊക്കെ ഫിക്സഡ് കോസ്റ്റ്, ഇനി തീരെ പ്രൊഡക്ഷൻ നടന്നിട്ടില്ലെങ്കിൽ നമ്മളെന്താണ് റെൻ്റ് ഓഫ് ബിൽഡിംഗ് ഒക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും. സോ ഫിക്സഡ് കോസ്റ്റിൻ്റെ പുറത്ത് പ്രത്യേകിച്ച് ഒരു കൺട്രോളും മാനേജ്മെൻറ്റിന് വരുന്നില്ല. ഓക്കെ, അപ്പോൾ എന്താണ്, പ്രൊഡക്ഷൻ കൂടുമ്പോൾ എന്ത് കൂടും, നമ്മുടെ വേരിയബിൾ കോസ്റ്റ് കൂടും, ഫിക്സഡ് കോസ്റ്റ് കൂടില്ല. വേരിയബിൾ കോസ്റ്റ് കൂടിയാൽ സ്വാഭാവികമായിട്ട് അത് പ്രോഫിറ്റിനെ ബാധിക്കും. കോസ്റ്റ് കൂടിയോ സ്വാഭാവികമായിട്ട് പ്രോഫിറ്റ് കുറയാൻ സാധ്യത അല്ലേ. അപ്പോൾ വേരിയബിൾ കോസ്റ്റ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തിനെ ബാധിക്കും, പ്രോഫിറ്റിനെ ബാധിക്കും. ഈ സമയങ്ങളിലെല്ലാം എന്താണ്, ഫിക്സഡ് കോസ്റ്റ് യാതൊരു ചേഞ്ചും ഇല്ലാതെ റിമൈൻ ഫിക്സഡ്. മാത്രമല്ല അത് അൺകൺട്രോളബിളുമാണ്. പ്രത്യേകിച്ച് നമുക്കെന്താണ് അപ് ടു എ സെർട്ടൻ എക്സ്റ്റെൻറ്റ് നമുക്കതിൻ്റെ മേലെ എന്താണ് ഒരു കൺട്രോളും വരുന്നില്ല. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യും, ഫിക്സഡ് കോസ്റ്റിനെ ഇഗ്നോർ ചെയ്യും. എന്നിട്ട് ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മൾ എന്ത് ചെയ്യും, വേരിയബിൾ കോസ്റ്റിനെ മാത്രം പരിഗണിക്കും. ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മളെന്താണ് വേരിയബിൾ കോസ്റ്റിനെ മാത്രം പരിഗണിക്കും. സോ ദിസ് ഈസ് നോൺ ആസ് മാർജിനൽ കോസ്റ്റിംഗ് തിയറി.
ഒരു പ്രൊഡക്റ്റിലേക്ക് നമ്മളെന്താണ് ഫിക്സഡ് കോസ്റ്റിനെ മാറ്റിയിട്ട് വേരിയബിൾ കോസ്റ്റ് മാത്രം പരിഗണിച്ചുകൊണ്ട് നമ്മൾ തീരുമാനം എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് മാർജിനൽ കോസ്റ്റിംഗ്. സോ വാട്ട് ഈസ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് ചോദിച്ചാൽ എന്താണ്? ദിസ് എ ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ്. കോസ്റ്റിങ്ങിൻ്റെ ഒരു ടെക്നിക്കാണ്. ഈ ടെക്നിക്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്താണ് ഓൺലി വേരിയബിൾ കോസ്റ്റ് ആർ കൺസിഡേർഡ് ഫോർ ഡിസിഷൻ മേക്കിംഗ് പർപ്പസ്. ഓക്കെ, ഇനി നമുക്ക് ഫീച്ചേഴ്സ് ഓഫ് മാർജിനൽ കോസ്റ്റിംഗ്. മാർജിനൽ കോസ്റ്റിൻ്റെ ഫീച്ചേഴ്സ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ പറയാം? ഒന്ന്, ഇറ്റ് ഈസ് എ ടെക്നിക്. ഇതൊരു ടെക്നിക്കാണ്, ടെക്നിക് ഓഫ് കോസ്റ്റിംഗ്. കോസ്റ്റിംഗിലൊരു ടെക്നിക്കാണ്. പിന്നെ ഇറ്റ് ഈസ് ദി കോസ്റ്റ് ഓഫ് ലാസ്റ്റ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് എന്ന് പറയും. ഇതാണ് ഇവിടെ 101ാമത്തെ യൂണിറ്റ്, ലാസ്റ്റ് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തപ്പോഴാണ് ഇവിടെ എന്താണ് ഒരു 10 രൂപ അധികം വന്നത്. സോ നമുക്ക് അങ്ങനെ പറയാം, ഇറ്റ് ഈസ് ദി കോസ്റ്റ് ഓഫ് ലാസ്റ്റ് യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, ദെൻ മറ്റൊന്ന് നമ്മൾ പറഞ്ഞു, ഇവിടെ വേരിയബിൾ കോസ്റ്റ് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഫിക്സഡ് കോസ്റ്റ് നമ്മൾ ഇഗ്നോർ ചെയ്യാണ്. സോ ഇറ്റ് ഈസ് ആൾസോ നോൺ ആസ് വേരിയബിൾ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റ് ഈസ് ആൾസോ നോൺ ആസ് വേരിയബിൾ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് ഇങ്ങനെ ഒരുപാട്. പിന്നെ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി നമുക്ക് മാർജിനൽ കോസ്റ്റിംഗ് തിയറി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമുക്ക് എന്താണ് ഫീച്ചേഴ്സ് ഒരുപാട് മാർജിനൽ കോസ്റ്റ് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ദെൻ നമുക്ക് ഏത് രീതിയിലാണ് ഡിസിഷൻ മേക്കിങ്ങിലേക്ക് മാർജിനൽ കോസ്റ്റിങ്ങിനെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്നാണ് നമ്മൾ അടുത്ത ടോപ്പിക്ക് നമുക്ക് പഠിക്കുകയാണ്. ഓക്കെ, അതിലേക്ക് വരാം.